അങ്ങനെ ഞാൻ ഇന്നൊരു സിനിമ കണ്ടിരുന്നു. പാൻ ഇന്ത്യൻ നമ്പർ 1 സ്റ്റാറിൻ്റെ പാൻ ഇന്ത്യൻ നമ്പർ 1 ബാച്ചിലറിൻ്റെ ആയ പ്രഭാസ് ഗാരുവിൻ്റെ സിനിമയാണ് കണ്ടത്. തമാശക്കായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം ഈ സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് പുള്ളി പറയുന്നുണ്ട് പാൻ ഇന്ത്യൻ നമ്പർ 1 ബാച്ചിലർ ഞാനല്ലേ എന്ന രീതിയിലൊരു വരിയുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പ്രഭാസ് ഗാരുവിൻ്റെ രാജാ സാബ് എന്ന സിനിമ വരുന്നുണ്ടെന്ന് അപ്ഡേറ്റ് നമുക്ക് വളരെ കാലം മുമ്പ് തന്നെ കിട്ടിയിരുന്നു. ആദ്യ അപ്ഡേറ്റ് പോലെ തന്നെ ഒരു ഫൺ, ഒരു എന്താ പറയുക, ഒരു കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ഫൺ ലവിങ് ഗൈ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു അപ്ഡേറ്റൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ടീസറിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത് തന്നെ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റ് കൂടെ തന്നെയാണ് വന്നത്. ഒന്നിൽ ഇതൊരു ഫാൻറ്റസി സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി തമാശ പടം എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ സിനിമ തുടങ്ങി സിനിമയുടെ 1.5 മണിക്കൂർ അവർ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ആദ്യത്തെ 1.5 മണിക്കൂർ ആണ് ഫസ്റ്റ് ഹാഫ് ഉള്ളത്. ആ 1.5 മണിക്കൂർ തീർച്ചയായിട്ടും അവർ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ആ 1.5 മണിക്കൂർ കട്ട് ചെയ്തിട്ട് 5 മിനിറ്റിൽ പറയാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ 1.5 മണിക്കൂർ വലിച്ചു നീട്ടി. ആ 5 മിനിറ്റും സെക്കൻഡ് ഹാഫിൽ 1.5 മണിക്കൂറും കൊടുത്ത് 2 മണിക്കൂർ മാത്രമാക്കി സിനിമ എടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നല്ല അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും, കാരണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു അസഹനീയമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിന്ന് വന്ന് തിയേറ്ററിൻ്റെ ഏകദേശം പകുതി പേരും ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ ഇറങ്ങി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഹൗസ്ഫുള്ളായിട്ട് തിയേറ്റർ കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തിയേറ്റർ ഏകദേശം പകുതി കാലിയായുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യം. ഈ സിനിമയുടെ ഓൺലൈൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും കൊള്ളാമല്ലോ, ഇത് നല്ല രസമാണല്ലോ. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ സീരിയസ് മോഡിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആകാണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ ഉള്ളൂ. നമുക്കൊരു സീരിയസ് മോഡിൽ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫിന് ഒരു സിനിമ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചത്. സ്പൂഫ്, കോമഡി, അങ്ങനെ പല രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു. ഒരു തരത്തിലും എനിക്ക് വർക്കൗട്ടായില്ല ഒരു സിനിമ അത്രയും ഡള്ളായിരുന്നു. കാരണം ലോജിക്കില്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതൊരു സ്പൂഫ് എന്ന രീതിയിൽ, അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഒരു സ്പൂഫാണ്. അപ്പോഴത്തേക്കും നമുക്ക് ലോജിക്കിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ. എന്നിട്ടും അത് വർക്കാവാത്തൊരു കാര്യമാണ്. മൊത്തം സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സിനിമയിൽ ആകപ്പാടെ പോസിറ്റീവായിട്ട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. 1.5 മിനിറ്റ് ഒരു പാട്ടുണ്ട് ഒരു സിനിമയ്ക്കകത്ത്. ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ബപ്പി ലഹരി എന്നുള്ള ഒരു അനുഗ്രഹീത കലാകാരൻ, അദ്ദേഹം നമ്മുടെ 80കളിൽ സിനിമകളിൽ കുറേ ഡിസ്കോ ടൈപ്പ് സിന്തറ്റിക് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെയും ഉഷ ഔതുപ്പ് കോംബോയിൽ വന്നിരുന്ന കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത് ദുരന്തർ സിനിമയിൽ റംബാ ഹോ 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 എന്നൊരു പാട്ട് വന്നിരുന്നു. അത് നമ്മളെല്ലാം ദുരന്തർ സിനിമയിൽ എൻജോയ് ചെയ്ത് ആ ഒരു പോർഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് പപ്പി ലഹരി ഉഷ ഔതുപ്പ് കോംബോയിൽ വരുന്നുള്ള കൊയ്യ നാച്ചേ നാച്ചേ ടുടു ആ ഒരു പോർഷൻ സത്യം പറഞ്ഞില്ല, അതെനിക്ക് നല്ല രീതിയിൽ എനിക്ക് തിയേറ്ററിൽ വർക്കൗട്ടായി. ഒരൊറ്റ പാട്ടിൻ്റെ ഒരു പോർഷൻ, അതും താങ്ക്സ് ടു നമ്മുടെ ബപ്പി ലഹരി, ആ ഒരു പോർഷൻ കൊണ്ട് മാത്രം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഡള്ളായിട്ട്, വളരെ പ്ലെയിനായിട്ട്, അസഹനീയമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോലും കടന്നു പോയോ എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം. അത്രയ്ക്കും മോശമായിട്ടുള്ള, കാരണം ഇത്രയും അവസാനമായിട്ട് എനിക്കൊരു ഇത്രയും മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു കങ്കുവ തന്നെ ആയിരിക്കും. അല്ല, കങ്കുവ, പിന്നെ അതിനുശേഷം തേരെ ഇഷ്കുമേ എന്നുള്ളൊരു, അതായിരുന്നു എനിക്ക് അവസാനമായിട്ട് എനിക്ക് തിയേറ്ററിൽ അൺസൈക്കബിൾ എക്സ്പീരിയൻസ് തന്നത്. അപ്പോൾ കങ്കുവ, തേരെ ഇഷ്കുമേ, പിന്നെ അതിനുശേഷം എനിക്ക് അൺസൈക്കബിൾ എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും രാജാ സാബ് എന്നൊരു സിനിമ കൂടെ. ഒരു തരത്തിലും ഒന്നും വർക്കൗട്ടായില്ല. തമൻഗാരുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെ സോഷ്യൽ മീഡിയയിലേക്ക് അനിരുദ്ധ് വേഴ്സസ് തമൻ ചർച്ചകളെല്ലാം വരുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു താരതമ്യം ഒക്കെ വരുന്നുണ്ട്. അനിരുദ്ധും ചില സിനിമകൾ നമ്മൾ നല്ല ഒരു പെർഫോമൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ 2 പോലുള്ള സിനിമകൾ കൊണ്ട് പുള്ളി താഴോട്ടേക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ തമൻഗാരുവും ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഡാക്കുമാര എന്ന സിനിമ തിയേറ്ററിൽ മിസ്സായതുപോലും ഞാനിപ്പോഴും ഖേദിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഓജി എന്ന സിനിമയിൽ അദ്ദേഹം നല്ല കത്തിക്കലാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഈ ഒരു സിനിമയിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹം തന്നെ കത്തി നിന്ന് അദ്ദേഹം കുറച്ച് ഐസ് വാട്ടർ എടുത്ത് ദേഹത്തോട്ടൊഴിച്ച് ആ കത്തിക്കലെല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ബപ്പി ലഹരിയുടെ ആ ഒരു റീമിക്സെങ്കിലും അതുപോലും ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ആ ഒരു പോർഷൻ മാത്രമാണ് ഒരു മ്യൂസിക് വൈസ് എനിക്ക് ഒരു സിനിമയിൽ ആ ഒരു പോർഷൻ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ എടുത്ത് പറയത്തേക്കാൻ ഒന്നുമില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻറ്റസി പോർഷൻ കുറേ VFX കുറേ ഇടത്തൊക്കെ നല്ല രീതിയിൽ അവർ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ 90% അൺസൈക്കബിൾ
എക്സ്പീരിയൻസ് തന്നിട്ട് ഒരു 10% മാത്രം നല്ലൊന്ന് പറയാനായിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്കത് പോയി. നമ്മൾ തുടക്കത്തിലെ നമ്മളൊരു നല്ല രീതിയിലൊരു ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ആദ്യമേ കുറേ പാളിപ്പോയ കഷായങ്ങൾ കൊണ്ട് നമ്മളെ മനഃപൂർവ്വം കുടിപ്പിച്ചിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ലഡുവോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ആ ഒരു ഇതിലാണ് ഇതിൻ്റെ VFX പോർഷനല്ല എനിക്ക് തോന്നിയത്. അങ്ങനെ യാതൊരു തരത്തിലും മറ്റേ റീമിക്സ് പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഒന്നും നല്ലൊരു കാര്യങ്ങൾ അവശേഷിപ്പിക്കാനില്ലാത്ത ഒരു ഇതായിരുന്നു. അപ്പം ഈ ഒരു വർഷത്തെ തുടക്കം തന്നെ കണ്ട 2 സിനിമകൾ പാളിപ്പോയിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കന്നഡയിൽ നിന്ന് വന്ന് 45 ആയിരുന്നു. ആ സിനിമയും തല്ലിപ്പൊളി ഇതായിരുന്നു. ആ സിനിമയിൽ പിന്നെയും കുറച്ച് നല്ല രീതിയിൽ കണക്റ്റായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തേത് തെലുങ്കിൽ നിന്ന് വീണ്ടും പാളിപ്പോയി. ഇനി മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജനനായകൻ എന്തായാലും പോസ്റ്റ്പോണായി. പരാശക്തി നാളെ റിലീസുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിൽ ഇനിയും കുറച്ച് സിനിമകൾ വരാനുണ്ട്. അടുത്ത ആഴ്ച ചിരു ഗാരുവിൻ്റെ അടക്കം ഉള്ള ആ സിനിമകളെങ്കിലും നല്ലൊരു പ്രതീക്ഷ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇനി അടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരിനടുത്താണ്. ഇവിടെ അടുത്ത് കൗൺസിലിംഗ് കിട്ടാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കിട്ടാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ടൊരു പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് എടുക്കണം. കാരണം അത്രയ്ക്കും ആ ഒരു അവസ്ഥയിലാണ്. ഈ സിനിമയ്ക്കകത്ത് കുറേ ട്രാൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ അമ്മ ട്രാൻസിൽ കയറിപ്പോട്ട് ഞാനിങ്ങനെ പൊതുബോധം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മാനസിക രോഗിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോയിട്ടൊരു കൗൺസിലിങ്ങിനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. അപ്പം നമോഭാഗം.